സുരേഷ് ഗോപി ചെയ്തു കൂട്ടുന്നതൊക്കെ പരിധി ലംഘിക്കുന്നതാണ്. വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ പൗരന്മാരെ പ്രജകളാക്കിക്കൊണ്ട് പന്ത് തട്ടും പോലെ തട്ടുകയാണ് സുരേഷ് ഗോപിയും പരിവാരങ്ങളും. എന്തായാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയുകയാണ്. ശബരിമല വിഷയത്തിൽ ഈ സർക്കാരും ദേവസ്വവും കോടതി കയറുന്നൊരു സമയം കൂടിയാണ് ഇത്. അതും സ്വയം ശുദ്ധീകരിക്കാനും ഈ കയ്യിലും മടിയിലും കനമൊന്നുമില്ല എന്ന് തെളിയിക്കാനും വേണ്ടിയിട്ട് താനും തന്റെ പരിവാരങ്ങളും മക്കളും ഒക്കെ അഴിമതിയുടെ കറ പുരണ്ടവരായി മാറുന്ന റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഓരോ ദിവസവും വരുന്നത്. അവിടെ 10 വർഷം കേരളം ഭരിച്ച് റെക്കോർഡിട്ട മുഖ്യമന്ത്രിക്ക് തന്നെ മുഖ്യനാക്കിയ ജനങ്ങൾക്ക് മുൻപിൽ തന്നെ തെളിയിച്ചേ പറ്റൂ. അത്തരമൊരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് കാലുകുത്തുന്നത്. എന്നാൽ അതിനിടയിൽ സുരേഷ് ഗോപി ഒരു കലുങ്ക് സംവാദം നടത്തുന്നുണ്ട്. അപേക്ഷ നൽകാനെത്തിയ ആളെ BJP പ്രവർത്തകർ പിടിച്ചുമാറ്റി. കോട്ടയം പള്ളിക്കത്തോട് പഞ്ചായത്തിൽ കലുങ്ക് സംവാദം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ച കല്ലാടംപൊയ്ക സ്വദേശി ഷാജിയെയാണ് BJP പ്രവർത്തകർ പിടിച്ചുമാറ്റിയത്. വാഹനത്തിനടുത്തേക്ക് ഓടിയെത്തിയ ഇദ്ദേഹം സുരേഷ് ഗോപി ഇരിക്കുന്ന സൈഡിലെ ഡോറ് തട്ടുന്നുണ്ട്. ശേഷം വാഹനം നിർത്തി. ഇതിനിടെയാണ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇയാളെ പിന്തിരിപ്പിച്ചത്. സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയായ കലുങ്ക് സംവാദത്തിൽ നേരത്തെയും നിരവധി പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു. തൃശൂരിലെ പരിപാടിയിൽ പരാതി നൽകാനെത്തിയ വയോധികന്റെ പരാതി സുരേഷ് ഗോപി സ്വീകരിക്കാതിരിക്കുകയും അതൊന്നും MP-യുടെ ജോലിയല്ല, പഞ്ചായത്തിൽ പോയി പറയേ എന്ന് പറഞ്ഞതും ഏറെ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന ആവശ്യവുമായി എത്തിയ വയോധികയോട് മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്ന് മറുപടി നൽകിയതും ജനങ്ങളെ പ്രജകളെന്ന് വിളിച്ചതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. വരന്തരപ്പിള്ളിയിൽ സുരേഷ് ഗോപിയുടെ കലുങ്ക് പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സജീവ BJP പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു ഇവർ പാർട്ടി വിട്ടത്. എന്തായാലും ഇന്നലത്തെ സംഭവത്തിന്റെ ഉള്ളുലയ്ക്കുന്ന വീഡിയോ കാണാം. ആ നിവേദനം മേടിച്ചിട്ട് നിനക്ക് കിട്ടിയില്ല. എല്ലാം സംഭവം പുള്ളി ഇത് കൊടുക്കാൻ വേണ്ടി വന്നാ. പുള്ളി വണ്ടിയെ കയറി.